ഓ ശർക്കര എങ്ങനെയാണ് ശർക്കര എങ്ങനെയുണ്ട്? ശർക്കര മിഠായി പോലാണോ? ഗോപി എങ്ങനെയുണ്ട് ശർക്കര മിഠായി? അപ്പം നല്ല അടിപൊളി തേനൂറുന്ന ഒരു മായവുമില്ലാത്ത ശർക്കര ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ഉണ്ടാക്കിയെടുത്തു. അതായത് എൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമായ അക്വാപോണിക്സിൻ്റെ ഭാഗമായ ഗ്രോബഡിൽ തക്കാളി, വെണ്ട, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു കരിമ്പ് നട്ടിരുന്നു. പ്രത്യേകിച്ച് പരിചരണമൊന്നും നൽകിയില്ല, അത് അങ്ങനെ കിടന്നങ്ങ് വളർന്നു. കാരണം കരിമ്പിന് നന്നായിട്ട് വെള്ളം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഗ്രോ ബെഡിൽ നട്ടത്. കൂടുതൽ വളപ്രയോഗമോ അല്ലെങ്കിൽ കീടനാശിനി പ്രയോഗമോ ഒന്നും ചെയ്തില്ല. മറ്റ് പച്ചക്കറികളുടെ വിളവെടുപ്പ് ഒരു 2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് കരിമ്പ് പാകമായി. ഈ കരിമ്പ് വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് ചീകി ഒരുക്കി എൻ്റെ വീടിനടുത്തുള്ള ഒരു ജ്യൂസ് സെൻറ്ററിൽ, അപ്പോൾ അവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീനുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചു അദ്ദേഹത്തോട്, എനിക്കിങ്ങനെ കുറച്ച് കരിമ്പുണ്ട്, ശർക്കര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കിതൊന്ന് ജ്യൂസാക്കി തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതം പറഞ്ഞു. അതുകൊണ്ടാണ് തിരക്കില്ലാത്ത ഒരു നേരം നോക്കി ഞാൻ എൻ്റെ ചീകി ഒരുക്കിയ കരിമ്പിൻ തണ്ടെല്ലാം ഇവിടെ കൊണ്ട് കൊടുത്തു. അദ്ദേഹം അത് ആ മെഷീനുള്ളിലൂടെ കടത്തി വിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തു ഒരു പാത്രത്തിൽ ഒഴിച്ച് തന്നു. അപ്പോൾ നമ്മുടെ 1ഉം 2ഉം ഘട്ടങ്ങൾ കഴിഞ്ഞു. അതായത് കരിമ്പ് വളർത്തി വലുതാക്കുക എന്നുള്ളത് 1ാം ഘട്ടവും 2ാം ഘട്ടം ജ്യൂസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ 3ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ശർക്കര ഉണ്ടാക്കുന്ന 3ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും നിർണായകമായ, നമുക്ക് ഏറ്റവും മെനക്കേടുണ്ട ഒരു സമയമാണ്. അതായത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സാമാന്യം വലിപ്പമുള്ള ഒരു ഓട്ടുരുളിയാണ് ഞാൻ എടുത്തത്. അതിനകത്തോട്ട് നമ്മുടെ ഈ കരിമ്പിൻ ജ്യൂസ് ഒഴിച്ച് അതിനുശേഷം ഇളക്കാൻ തുടങ്ങി. നമ്മുടെ 3ാം ഘട്ടമായ കരിമ്പിൻ ജ്യൂസ് ചൂടാക്കി കുറുക്കിയെടുക്കുക എന്നുള്ള 3ാം ഘട്ടം ശ്രമകരമായ പണിയാണ്. ഒരു 2.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തൊന്ന് നുരി പൊട്ടുന്നതായിട്ട് കണ്ടത്. അതിനുശേഷം വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് കുറുകാൻ തുടങ്ങിയത്. കുറുകിക്കഴിഞ്ഞപ്പോൾ ഇതൊരു സ്റ്റീൽ ബേസിനകത്ത് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇത് പകർത്തി പിന്നെ അതിനകത്തുനിന്ന് ചെറു ചൂടോടുകൂടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അക്വാപോണിക്സിൽ നിന്ന് കരിമ്പ് കൃഷിയും അതിൽ നിന്ന് ഈ 2024 ഓണത്തിന് ശർക്കരയും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശർക്കര നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് നമ്മൾ തണുപ്പിച്ചത്. ബാക്കിയെല്ലാം കൂടെ നമ്മളിനി ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കാം. നല്ല കട്ടിയായി. അത് നമ്മളിൽ നിന്ന് ഉരുട്ടിയെടുക്കാം. ചൂട് പോയി നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ഉണ്ട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ഓണത്തിന് പായസവും ഇഞ്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കാനുള്ള വിഷരഹിത അല്ലെങ്കിൽ യാതൊരു മായവും ചേർക്കാത്ത നല്ല അടിപൊളി ശർക്കര വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഓ ശർക്കര എങ്ങനെയാണ്? ശർക്കര എങ്ങനെയുണ്ട്? ശർക്കര മിഠായി പോലാണോ? ഗോപി എങ്ങനെയുണ്ട് ശർക്കര മിഠായി? കുട്ടികൾ മാത്രമല്ല, ഞാനും കഴിച്ചു, എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തു, അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെങ്ങോ കഴിച്ച അടിപൊളി ശർക്കര മുട്ടായിയുടെ ആ ഒരു ടേസ്റ്റാണ് തിരിച്ച് നാക്കിലേക്ക് വന്നെന്നുള്ളതാണ്. വിഷരഹിത പച്ചക്കറിയും മീനും മാത്രമല്ല, തിരികെ വൈദ്യുതിയും മായമില്ലാത്ത ശർക്കരയും കൂടി ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രോബഡിൽ വിളവെടുത്ത കരിമ്പിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും നല്ല കരുത്തോടുകൂടി പുതിയ മുള വരുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.